ഇന്നലെ ഞങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഉറച്ച പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ന് തന്നെ ജാമ്യം കിട്ടുമെന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യം എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെ പറയാൻ സാധിക്കാമുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കാലം പ്രോസിക്യൂഷൻ ഒരു മയമുള്ള നിലപാടെടുക്കും. അങ്ങനെ മയമുള്ള നിലപാടെടുക്കാനുള്ള ഒരു ഔദാര്യമല്ല. കാരണം പുതിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് പലർക്കും ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ഒരു സമീപനം സ്വീകരിച്ചില്ല എന്ന് വേണം ഇപ്പൊ മനസ്സിലാക്കാൻ. നമ്മൾ പൂർണ്ണമായിട്ടും അവരുടെ വാദങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ നിർഭാഗ്യകരാണ്. ഉച്ചയോടുകൂടി കിട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പോലും പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോ കുറച്ച് നീട്ടിയിരിക്കുന്നു. എന്നാലും നമ്മൾ ഒരു ഘട്ടത്തിലും പ്രതീക്ഷയോടാൻ പാടില്ല. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ പറയുകയാണ് ഇത്തരമൊന്നും സംഭവിച്ചില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കന്യാസ്ത്രീകൾ നിരപരാധിയാണ്. ആ നിലപാട് തന്നെ പ്രോസിക്യൂഷൻ ആവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രോസിക്യൂഷന് പുതിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിനകത്ത് ഈ കേസിനകത്ത് ചില കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന നിലയിലുള്ള ഒരു ശാസ്ത്രീയമായ സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ കുറെ കൂടി എളുപ്പമാകുമായിരുന്നു കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ സ്വീകരിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ ഒരു പ്രതീക്ഷ പങ്കുവെക്കുമ്പോൾ ഒരു അർത്ഥം ഉണ്ടാവണമല്ലോ. കോടതികള് ഒക്കെ അവരെങ്ങനെ സ്വാധീനിക്കുന്നു ഇല്ലയോ എന്നുള്ള ഭാഗത്തേക്കൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ പ്രോസിക്യൂഷനെ വെച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല എന്ന് വേണം ഇപ്പൊ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ശക്തമായി ഈ നമ്മുടെ കന്യാസ്ത്രീമാർക്ക് വേണ്ടി ഉള്ള വക്കീൽ വാദിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ നാളെ കിട്ടുമെന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്.